സിനിമ അത്ര ഭയങ്കര ഇതായിട്ടൊന്നും തോന്നിയില്ല. തിയേറ്റർ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാനില്ല. ഒരു OTT മൂവിയാണ്. പിന്നെ ഭയങ്കര ലാഗായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നന്നായി ഉറക്കം വന്നു. ഉറങ്ങി. ഉറങ്ങി. പക്ഷെ അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. വേറെന്താണ് എടുത്ത് പറയാനായിട്ട് പെർഫോമൻസുകളുടെ കാര്യത്തിൽ എങ്ങനെയുണ്ട് ബേസിലും കാര്യങ്ങളൊക്കെ? പെർഫോമൻസ് എനിക്ക് സ്റ്റോറി വൈസ് ആണ് സത്യം പറഞ്ഞ അത്ര ഇഷ്ടപ്പെടാതിരുന്നത്. ഒരു സർപ്രൈസ് എലമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്കത് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. ബേസിലിന്റെ മറ്റൊരു മിന്നാമിന്നി തിളക്കം എന്ന് പറയാം. ആവേശമല്ല, ഇപ്പോൾ നമ്മളെ യൂത്ത് തലമുറകൾക്ക് ഇഷ്ടപ്പെടുന്ന കോമഡികളും കാര്യങ്ങളൊക്കെ. അതിൽ നായിക തന്നെ പറയുന്നുണ്ട്, ആളി എന്ത് മൂഞ്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്കെന്ത് പറഞ്ഞുകൂടാത്തത്. അതുപോലെ തന്നെ ബേസിലിന്റെ നല്ല കിണ്ടാച്ചി പെർഫോമൻസ് ആയിരുന്നു, കിടുക്കായിരുന്നു. പിന്നെ സൗബിന്റെ നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ചെമ്പ വിനോദിനെ എടുത്ത് പറയാനുള്ള ചെമ്പ വിനോദ് നല്ല നല്ല അഭിനയമായിരുന്നു. ഉള്ള എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാനുള്ള നല്ല കോമഡി ഉണ്ടായിരുന്നു. ഒരു പോലീസുകാരൻ വന്നത് എങ്ങനെ കോമഡി ചെയ്യുന്നു, ആ ഒരു കേസ് എങ്ങനെ തെളിയിച്ചെടുക്കുന്നു, ഒരു ക്രൈം ത്രില്ലറും കൂടെയാണ്. നല്ല കോമഡിയായിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. അതെല്ലാം നല്ല നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും എല്ലാവരും ചിരിക്കും. എല്ലാവരും തിയേറ്ററിനകത്ത് നിന്ന് ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അയ്യോ, ആ കൊച്ചിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനല്ലേ പറഞ്ഞ സത്യം പറഞ്ഞത്. ഞാൻ വിളിച്ചോ പറഞ്ഞ ചേട്ടാ ഞാൻ ഉറങ്ങിപ്പോയെന്ന്. പിന്നെ പടം കണ്ടാലല്ലേ പടത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഉറങ്ങിയിരിക്കുന്ന ഒരാളെ പടത്തിന്റെ കാര്യം പറയാൻ പറ്റും, ഇല്ലല്ലേ? അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ് ആ ഒരു പ്രൊഡക്ഷന്റെ വിശ്വാസത്തിലാണ് വന്നത്. ആ ഒരു വിശ്വാസം നമുക്ക് നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആവേശമാണെങ്കിൽ ഈ വർഷം പ്രാവീൺകുടി ഷാപ്പാണ്. നല്ലൊരു സിനിമ തന്നെയാണ്. നമുക്ക് മോശമായിട്ട് പറയാൻ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ആക്ടിങ്ങും കാര്യങ്ങളും എല്ലാം സൂപ്പറായിട്ട്. സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ എല്ലാം ഒന്നിനൊന്നും മികച്ച ലെവലിലാണ് എടുത്തിരിക്കുന്നത്. പടം മസ്റ്റ് വാച്ച് പടമാണ്. ഹിറ്റ് ആവുന്ന ഉറപ്പാണ്. നമ്മുടെ ആവേശം പോലെ എന്റർടൈൻമെന്റ് ആ ഒരു ലെവൽ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ അത് വേറൊരു ജേനറിൽ പോകണമാണ്. ഇത് ഒരു മിസ്റ്ററി ത്രില്ലർ ആ ടൈപ്പിൽ പറഞ്ഞാണ്. രണ്ട് ജേനറാണ്. പക്ഷെ ഉറപ്പായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്. മോശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബോർ അടിക്കാനുള്ള സീനുകളോ അങ്ങനെ ഒന്നുമില്ല. പടം കാണാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ്. പെർഫോമൻസ് ബേസിലൊക്കെ ഒരു രക്ഷയില്ല. ബേസിൽ സൗബിൻ എല്ലാവരും എടുത്ത് പറയാൻ പറ്റിയ പെർഫോമൻസ് തന്നെയാണ്. അത് ഇത് നമുക്ക് ഭയങ്കരമായ ലെവല് എന്നുള്ള രീതിയിൽ ഒരാൾ മേലാണ് അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ചാന്ദിനി ശ്രീധരൻ അല്പം കൂടെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടക്കാലം വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വേഷം അവർ കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടത്? എല്ലാം A to Z ഇഷ്ടപ്പെട്ടു. ആ പടത്തിലെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. നല്ല കിടിലം പടം. എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടും. അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേണം പടം എടുക്കാൻ. കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ബ്രില്യൻസ് ആണ്. ഈ ജാണർ എന്താ പറയുക? കോമഡി ആണോ ത്രില്ലർ ആണോ? കോമഡി ഉണ്ട്. ഒരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പാണ് പടം പോകുന്നത്. എന്നാൽ സീരിയസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലതെടുത്ത് സീരിയസ്നെസ് ഉണ്ട്. ഫസ്റ്റ് ലാസ്റ്റ് ഭയങ്കര എൻഗേജിങ് ആയിരിക്കും. നമ്മള് കണ്ണെടുക്കാതെ കാണാൻ തോന്നും. നല്ല രസമുണ്ട്. പറയുന്ന കണക്ക് തന്നെ നമ്മളെ ഷാപ്പിന്റെ അകത്ത് നടക്കുന്ന ആ മിസ്റ്ററി ത്രില്ലർ എന്ന് പറഞ്ഞാൽ ആ ത്രില്ലർ പക്കായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആണെങ്കിൽ നമ്മൾ ആ മേക്കിംഗ് തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മൂവി എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ആ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്ന ആ മൂവിയുടെ ഫുള്ള് വൈബ് എൻജോയ് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ അതാണ് ബേസിലായാലും സൗബിനായാലും മറ്റേ ക്യാരക്ടേഴ്സ് എല്ലാം ആയെങ്കിൽ മറ്റേ ചെമ്മച്ചാക്കായാലും എല്ലാം അവര് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതുണ്ട്. സംഭവം എല്ലാവർക്കും വർക്ക് ആവുന്ന മൂവിയാണ്. മസ്റ്റ് വാച്ചാണ്. നല്ലോണം. എന്താണ് ഇഷ്ടപ്പെടാൻ? സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും നല്ല ക്വാളിറ്റി പടം നല്ലതായിരുന്നു. ശരി. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. നല്ല പറഞ്ഞ പോലെ നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. നല്ല സ്റ്റോറി ലൈനാണ്. നല്ല പെർഫോമൻസ് ആണ്. എല്ലാവർക്കും നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാൻ പെർഫോമൻസ് ആണ്. നമ്മുടെ സൗബിന്റെ ആയാലും ബേസിലിന്റെ ആയാലും പെർഫോമൻസ്. പിന്നെ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി.